ലോകത്തെ മുൾമുനയിൽ നിർത്തിയ ഇസ്രയേൽ ഇറാൻ യുദ്ധം തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇസ്രയേലാണ് ഈ യുദ്ധത്തിന് തിരികൊളുത്തിയത്. ജൂൺ 13 ഇറാന്റെ ഏതാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയതോടെയാണ് ഈ യുദ്ധം ആരംഭിച്ചത്. 12 ദിവസം നീണ്ടുനിന്ന ഈ പരസ്പര പോരാട്ടത്തിനൊടുവിൽ ജൂൺ 23 ഡൊണാൾഡ് ട്രംപിന്റെയൊക്കെ നേതൃത്വത്തിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഇറാനും ഇസ്രായേലും എത്തി. അതുകൊണ്ട് തന്നെ യുദ്ധം തൽക്കാലം അവസാനിച്ചു എന്ന് നമുക്കെല്ലാം ആശ്വസിക്കാം. സീസ് ഫയർ നിലവിൽ വന്ന ശേഷവും ഇസ്രായേൽ അത് ലംഘിച്ചതായി ഇറാനും ഇറാൻ അത് ലംഘിച്ചുവെന്ന് ഇസ്രായേലും അവകാശപ്പെട്ടു എന്നത് തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ ഇനി നോക്കുന്നത് ഇറാനിലെ ദേശീയ ജുഡീഷ്യറിയുടെ മാധ്യമ ഏജൻസിയായ മീസാൻ ഇന്ന് പുറത്തുവിട്ട ഒരു വാർത്തയാണ്. അതിൽ ഈ 12 ദിവസത്തെ യുദ്ധസമയത്ത് ഇറാനിൽ നിന്ന് പിടികൂടിയ ഇസ്രായേൽ ചാരന്മാരെ പറ്റിയാണ് പറയുന്നത്. ആകെ 700 ചാരന്മാരെയാണ് ഇറാൻ ഗവൺമെന്റ് രാജ്യത്തിനകത്ത് നിന്ന് പിടികൂടിയത്. അവരിൽ എത്ര പേർ ഇറാനിയൻ പൗരന്മാരാണ് എന്ന് വ്യക്തമായ തെളിവുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്നിരുന്നാലും സാഹചര്യ തെളിവ് വെച്ച് നോക്കുമ്പോൾ ആ 700 പേരിൽ ഭൂരിപക്ഷവും ഇറാൻ പൗരന്മാർ തന്നെ ആവാനാണ് സാധ്യത. എന്തിനാണ് ഇത്രയും ആളുകളെ ഇറാൻ അറസ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്ത തെറ്റ് എന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണ്. ഇതിന് ഇറാൻ നൽകുന്ന വിശദീകരണം നോക്കാം. ഇനി പറയുന്ന തെറ്റുകൾ ചെയ്തുവെന്നാണ് ആരോപിക്കപ്പെടുന്നത്. ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തി. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദുമായി സഹകരിച്ചു. ഇറാന്റെ രഹസ്യ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ ശ്രമം നടത്തി. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കരുക്കൾ നീക്കി. കൊലപാതകത്തിന് വേണ്ട സാമഗ്രികൾ ഇറാനിലേക്ക് ഒളിച്ചുകടത്തി. ഇതെല്ലാമാണ് ഇറാൻ ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. ഇന്ന് മാത്രം 3 പേർക്ക് ഇതിന്റെ പേരിൽ വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പും വേറെയും ചില ആളുകളെ ഈ ചാരപ്പണിയുടെ പേരിൽ ഇറാൻ വധശിക്ഷ വിധിച്ച് അത് നടപ്പിലാക്കിയിരുന്നു. ഈ 700 പേരുടെ അറസ്റ്റിൽ നിന്ന് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇറാനിനുള്ളിൽ തന്നെ ദേശവിരുദ്ധരുടെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്നു എന്നതാണ്. 10,000-ഓളം മിനി ഡ്രോണുകളാണ് ഇവരിൽ നിന്ന് ഇറാൻ കണ്ടെടുത്തത് എന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഇറാനിനകത്ത് രാജ്യത്തെ അട്ടിമറിക്കാൻ വലിയ ശ്രമം നടക്കുന്നു എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. മറ്റൊരു കാര്യം, ഇറാന്റെ ആഭ്യന്തര സുരക്ഷയെ പറ്റിയുള്ള ബോധം ശക്തമായി എന്നുള്ളതാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഷേഡോ വാർ ഒന്നുകൂടി ശക്തമായി എന്നതും നമുക്ക് മറ്റൊരു പോയിന്റായി കാണാവുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി പിന്നെ വരാം.